بسم الله الرحمن الرحيم ولا تحسب ശാന്തിയുടെ മന്ത്രങ്ങളോതി ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം ഇന്ത്യ രാജ്യത്ത് പ്രകാശിപ്പിക്കുന്നതിനായി അങ്ങ് അറേബ്യൻ മണൽപ്പരപ്പിൽ നിന്നും വന്നവരാണ് ഏർവാടി ശുഹദാക്കൾ. തമിഴ്നാട്ടിലെ രാമനാഥപുരത്തു നിന്നും 5 മൈലുകൾക്കപ്പുറം ഏർവാടി എന്ന പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഹാത്മാക്കൾ ഇസ്ലാമിക പ്രചാരണ പടയോട്ടത്തിൽ വിസ്മരിക്കാനാവാത്ത ഒരേടാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്ര പരമ്പരയിലെ 17ാമത്തെ പേരമകനായ സുൽത്താൻ ഇബ്രാഹിം ബാദുഷയും മകൻ അബു ത്വാഹിർ തങ്ങളുമാണ് ഏർവാടിയുടെ നേതാക്കൾ. 9 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രക്തസാക്ഷിത്വം വഹിച്ച അവർ ആത്മീയ ലോകത്ത് ഇന്നും നേതാക്കൾ തന്നെ. കുഫറിന്റെ കോട്ടക്കൊത്തളങ്ങൾ ഈമാനിക പ്രഭയാൽ കുത്തിയൊലിപ്പിച്ച ആ പുണ്യാത്മാക്കളെ സിയാറത്ത് ചെയ്യുന്നതിന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനവരതം നിരവധി വിശ്വാസികൾ നൂറ്റാണ്ടുകളായി എത്തിക്കൊണ്ടിരിക്കുന്നു. പിശാച് ബാധയും ക്ഷുദ്രവും മാനസിക രോഗങ്ങളും കൊണ്ട് കണ്ണീര് കുടിക്കുന്ന നിരവധി ജനങ്ങളുടെ ആശാകേന്ദ്രമായ ഏർവാടി ശുഹദാക്കളുടെ മൗലിദും ചരിത്രത്തിലേക്കൊരു മിഴി തുറക്കലുമാണിവിടെ തുടങ്ങുന്നത്. പണ്ഡിതനും ഏർവാടിയുടെ ആശിക്കുമായ PSK മൊയ്തു ബാക്കവി മാടവനയും സംഘവുമാണ് പിന്നണിയിൽ. ശബ്ദം പകർന്നത് ഷഫീഖ് സഖാഫി ഒലിപ്പാറ, കോടമ്പുഴ ദഅവ കോളേജ് വിദ്യാർത്ഥികളായ മുഹമ്മദ് സാലിഹ് പുത്തൂപ്പാടം, അബ്ദുഷുക്കൂർ ചെമ്പരിക്ക, മുഹമ്മദ് റാഷിദ് കോടമ്പുഴ. يا شهداء يا من شاقوا الله يا زهداء يا من خافوا الله يا قوما دين الله يا من قادوا دوما سبل الله يا شهداء يا من شاقوا الله جهدا عند الله يا من باعوا
الشهداء يا من شاقوا الله يا الزهداء يا من خافوا الله كل مريضا عنهم يا الله حمل ما بهم حين الله يا شهداء يا من شاقوا الله يا زهداء يا من خافوا الله السلام عليك يا ولي الله السلام عليك يا شهيد الله السلام عليك يا ولي الله السلام عليك يا شهيد الله يا صاحب الأرباب كل ناصر يا سيد إبراهيم كل حاضر السلام عليك يا ولي الله السلام عليك يا شهيد الله شممنا أزهار شفاء والنشا من شيخ سلطان شهيد بعد الشام السلام عليك يا ولي الله السلام عليك يا شهيد الله يا سيدي خذ بيدي من طغياني واشغلنا عما يصل بالنيران السلام عليك يا ولي الله السلام عليك يا شهيد الله وطهر المردة والشيطان ودمر العدوان والروحان السلام عليك يا ولي الله السلام عليك يا شهيد الله يا ابن دار الخلود يا أبا طاهر في أعلى الفردوس حقا أنت طاهر السلام عليك يا ولي الله
السلام عليك يا شهيد الله السلام عليك يا ولي الله السلام عليك يا شهيد الله السلام عليك يا ولي الله السلام عليك يا شهيد الله يا أسد الإله عباس شهيدا خلصنا من عقاب الدنيا الفاسدة السلام عليك يا ولي الله السلام عليك يا شهيد الله يا حامي الكروب عبد الحكيم واسقنا شفاء من حوضك الكرم السلام عليك يا ولي الله السلام عليك يا شهيد الله السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب الحمد لله رب العالمين وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. അഭിവന്യരായ സഹോദര സഹോദരിമാരെ, പടച്ചതമ്പുരാൻ അവൻ്റെ ഇഷ്ടദാസന്മാരായ നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ അവരുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് ഹിദായത്തും സലാമത്തും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏർവാടി ശുഹദാക്കന്മാരെ സംബന്ധിച്ചു അവരുടെ ഇസ്ലാമിക പ്രബോധന വിധിയിൽ അവർ നേരിട്ട ത്യാഗങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളെ സംബന്ധിച്ചും നാം അറിഞ്ഞിരിക്കൽ വളരെ അനിവാര്യമാണ്. അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഇസ്ലാം ലോകത്ത് സമാധാനവും ശാന്തിയുമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. സമാധാന വാഹകരും ശാന്തി മന്ത്രങ്ങളുമായാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരും സ്വഹാബത്തും താബിഈങ്ങളും ലോകത്ത് മുഴുവനും ഇസ്ലാം മതം പ്രചരിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിൻ്റെ അവസാനത്തെ പ്രവാചകരായി ലോകത്ത് വന്ന ആ കാലം തന്നെ, സ്വഹാബത്തിൻ്റെ കാലം മുതൽ തന്നെ നമ്മുടെ ഇന്ത്യയിലും ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ വെള്ളി വെളിച്ചം എത്തിയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പ് വിവിധ പ്രത്യയശാസ്ത്രങ്ങളും ചിന്താധാരകളും മതവിശ്വാസങ്ങളും ധാരാളം ഉണ്ടായിരുന്നു. അവരാരും ഇസ്ലാമിക പ്രബോധനത്തിനെയോ മുസ്ലിം പ്രബോധകരായി കടന്നുവന്ന സ്വഹാബത്തിനെയോ താബിഈങ്ങളെയോ വിലക്കിയിട്ടില്ല, തടഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ സമാധാനത്തിന്റെ ശീതള ഛായയിൽ നിന്നുകൊണ്ട്
ഇസ്ലാമിക പ്രബോധനം നടത്താൻ അവർക്ക് അവസരം ലഭിക്കുകയും ചെയ്തു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ ഇസ്ലാം മതം പ്രചരിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്, തുടർന്ന് മറ്റ് ഖലീഫമാരുടെ കാലത്തും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശവാഹകരായി സ്വഹാബത്തും താബിഈങ്ങളും എത്തിയിട്ടുണ്ട്. ബഹ്റൈനിന്റെ ഗവർണറായിരുന്ന ഉസ്മാൻ ഇബ്നു അബുൽ ആസി തന്റെ സഹോദരനായ ഹക്കം ഇബ്നു അബുൽ ആസിയെ വടക്കൻ ബോംബെക്കടുത്ത താനയിലേക്ക് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി വരികയും അദ്ദേഹം അവിടെ സമാധാനത്തിന്റെ സന്ദേശം എത്തിക്കുകയും ജനങ്ങളെ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവിഭക്ത ഇന്ത്യയായിരുന്ന കറാച്ചിയിലേക്ക് മഹാനായ മുഗീറത്ത് ഇബ്നു അബുൽ ആസിയെയും അദ്ദേഹം പ്രബോധകനായി ദാഇയായി നിയോഗിച്ചു. തുടർന്ന് വന്ന മഹാനായ ഖലീഫ, ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇറാഖിലെ ഗവർണറായ അബ്ദുല്ലാഹ് ഇബ്നു ആമിർ ഹക്കം ഇബ്നു ജബൽ എന്ന പ്രമുഖനായ ഒരു പണ്ഡിതനെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് നിയോഗിക്കുകയുണ്ടായി. ചുരുക്കത്തിൽ ഇസ്ലാമിന്റെ സന്ദേശവുമായി ധാരാളം സ്വഹാബികളും താബിഈങ്ങളും പണ്ഡിതന്മാരും നേതാക്കന്മാരും സാദാത്തുക്കളും ഇന്ത്യയിൽ വരികയുണ്ടായി. അതിന്റെ ഫലമായി 947 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിം അംഗസംഖ്യയുള്ള നാടുകളിൽ 1-ാം സ്ഥാനം ഇന്ത്യക്കായിരുന്നു. വിഭജനത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനുമായി വേർപിരിഞ്ഞതിനു ശേഷം ഇന്ത്യയുടെ സ്ഥാനം 3-ാം സ്ഥാനമായി മാറി. 1-ാം സ്ഥാനം ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ളത് ഇന്തോനേഷ്യയിലും, 2-ാം സ്ഥാനം പാകിസ്ഥാനും, 3-ാം സ്ഥാനത്ത് ഇന്ത്യ എത്തുകയും ചെയ്തു. എന്നാൽ പാകിസ്ഥാൻ വീണ്ടും വിഭജിക്കപ്പെട്ട് ബംഗ്ലാദേശായി മാറിയപ്പോൾ ഇന്ത്യ 2-ാം സ്ഥാനത്തേക്ക് നീങ്ങുകയുണ്ടായി. ഈ വിധത്തിൽ മുസ്ലിങ്ങൾ ധാരാളമായി ഇന്ത്യ രാജ്യത്ത് വ്യാപിക്കാൻ ഇടവന്നത് പൂർവികരായി ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്ന ഇതര മതസ്ഥർ, ഹൈന്ദവരും ക്രിസ്ത്യാനികളും ജൂതന്മാരും സിഖുകാരും ജൈനമതവിശ്വാസികളും അങ്ങനെയുള്ള വ്യത്യസ്ത വിഭാഗക്കാരായ ആളുകൾ മുസ്ലിങ്ങൾക്ക് കടന്നു വരാൻ സ്വാഗതമോതുകയും അവരുടെ ആ സമാധാന പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കുവഹിക്കുകയും അവസരമൊരുക്കുകയും ചെയ്തുകൊണ്ടതായിരുന്നു ഇസ്ലാം ഇത്രയധികം വേരോട്ടമുണ്ടാകാനുണ്ടായ കാരണം. കേരളത്തിൽ പെരുമാൾ രാജാക്കന്മാരിൽ ചേരമാൻ പെരുമാൾ മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തായ അത്ഭുത സിദ്ധിയായ ചന്ദ്രൻ പിളർന്ന അത്ഭുതം കണ്ടപ്പോൾ ഇസ്ലാമത്തിനെ സംബന്ധിച്ച് അന്വേഷിക്കുകയും അതോടൊപ്പം അവിഭക്ത ഇന്ത്യയായിരുന്ന സിലോണിലെ ആദം മലയിൽ സറന്ദീപിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ കാൽപാദം ദർശിക്കുന്നതിനും മറ്റും അറേബ്യൻ നാടുകളിൽ നിന്ന് വന്നിരുന്ന കച്ചവടക്കാരുമായി മക്കയെ സംബന്ധിച്ചും മുഹമ്മദ് റസൂലുള്ളാഹിയെ സംബന്ധിച്ചൊക്കെ അന്വേഷിച്ചു മനസ്സിലാക്കാൻ അവസരം കണ്ടെത്തുകയും ചെയ്ത ചേരമാൻ പെരുമാൾ കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ നിന്നും മക്കയിലേക്ക് ചെന്നു മക്കത്ത് വെച്ച് റസൂലുള്ളാഹി തങ്ങളുമായി കണ്ടുമുട്ടി ഇസ്ലാം സ്വീകരിക്കുകയും താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് മടങ്ങി വരുന്ന വഴിയിൽ ഇപ്പോൾ ഒമാനിൽപ്പെട്ട ലഫാർ എന്ന പ്രദേശത്ത് ഷെഹ്ർ മുഖല്ല എന്ന സ്ഥലത്ത് വെച്ച് മരണമടയുകയും ചെയ്തതായി ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ഹിജ്റാബ്ദം 5-ാം വർഷത്തിലായിരുന്നു ആ സംഭവം. അതുകൊണ്ട് തന്നെ നബി തിരുമേനി വഫാത്താകുന്നതിന്റെ 5 വർഷം മുമ്പ് തന്നെ കേരളത്തിൽ ഇസ്ലാം മതം വന്നിട്ടുണ്ട് എന്ന് ചരിത്രം ഉദ്ഘോഷിക്കുന്നു. ഈ വിധത്തിൽ ഇസ്ലാമിന്റെ സമാധാനവും ഇസ്ലാമിന്റെ ശാന്തി മന്ത്രങ്ങളുമായി മഹാരഥന്മാരായ പലരും അകലെ അറേബ്യയിൽ നിന്ന് ഇന്ത്യയിൽ വരികയുണ്ടായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വന്നവരാണ് ഷഹീദ് സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ തങ്ങളും അവിടുത്തെ അനുചരന്മാരുമായ സാദാത്തീങ്ങൾ. ഹിജറ 581-ലാണ് യഥാർത്ഥത്തിൽ ആ സംഘം പരിശുദ്ധമായ മദീന വിട്ട് മക്കയിലേക്ക് വരുന്നത്. ഇർബാദ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ മദീനയിലെ ഒരു ഗ്രാമത്തിന്റെ പേരാണ്.
ഇന്ന് ഏർവാടി എന്ന് പറയുന്നത് യർബാദ് എന്ന അറബി ശബ്ദത്തിന്റെ ലോപിച്ചുണ്ടായ മറ്റൊരു നാമമാണ് ഏർവാടി എന്നത്. മദീനയിലെ ആ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് ചെറുപ്പത്തിലെ സാധാരണമായ ബുദ്ധിയും സാമർഥ്യവും തന്റേടവും കാണിച്ച് വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ പഠിച്ച് ഇസ്ലാമിക പ്രമാണങ്ങൾ അനുസരിച്ച് തഖ്വയിലും ഇബാദത്തിലുമായി കഴിഞ്ഞു വന്നിരുന്ന മഹാനായ സുൽത്താൻ ഇബ്രാഹിം എന്നത് അദ്ദേഹം ഒരു പണ്ഡിതനാണ്. അങ്ങനെ ഒരു ഇബ്രാഹിം യർബാദി എന്ന മനുഷ്യൻ ചരിത്രത്തിൽ ജീവിച്ചിട്ടുണ്ടോ എന്നത് പറഞ്ഞു തരേണ്ടത് ചരിത്ര പണ്ഡിതന്മാരാണ്. റൗളുർ റയാഹിൻ എന്ന ഗ്രന്ഥത്തിന്റെ ഹാഷിയെ ഉവൈസുൽ ഖാഹിരി എന്ന മഹാപണ്ഡിതൻ എഴുതിവെച്ച കൂട്ടത്തിൽ ധാരാളം ഇബ്രാഹിമുകളെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിലായി ഇബ്രാഹിമുൽ ഖുറാസാനി, ഇബ്രാഹിമുൽ കിർമാനി, ഇബ്രാഹിമുൽ ഖവാസ്, ഇബ്രാഹിമുൽ മബ്തൂലി എന്നിങ്ങനെ എണ്ണി പറഞ്ഞിട്ട് അവസാനമായി ഇബ്രാഹിമുൽ യർബാദി എന്ന് പരിചയപ്പെടുത്തിയത് കാണാം. ആ ഇബ്രാഹിം സുൽത്താൻ ഇബ്രാഹിം ബാദ്ഷായെ സംബന്ധിച്ചാണ് നാം ഇവിടെ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മാതാവ് സയ്യിദത്ത് ഫാത്തിമയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് അഹ്മദ് എന്നവരാണ്. അദ്ദേഹത്തിന്റെ പരമ്പരയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 17ാമത്തെ പൗത്രനായി അദ്ദേഹത്തിന്റെ പരമ്പര കാണാം. ഹിജറ 541 ജനിക്കുകയും 596 ദുൽഖഅദ മാസത്തിൽ ഷഹീദാവുകയും ചെയ്ത ആ മഹാനുഭാവൻ 56 വർഷമാണാകെ ജീവിച്ചത്. ഇതിനിടയിൽ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ധാരാളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി വളരെയധികം ത്യാഗം സഹിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ മദീനയിൽ അദ്ദേഹം റൗളയിൽ ഇബാദത്തുമായി കഴിഞ്ഞപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നം മുഖേന അറിയിച്ചു കൊടുത്ത ആ അറിയിപ്പുമായാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് ഇസ്ലാമിക സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ളത്. അദ്ദേഹം തന്നെ പറഞ്ഞു, വലൗലാ ബല്ലു സൈഫി ബിദ്ദിമായി ലയബ്ഖൽ ഹിന്ദു കുല്ലുഹു ഫിൽ അമായി. മുറാദിയാ മുറാദിയാ മുറാദി മുറാദി സയ്യിദ് ഇബ്രാഹിം മുറാദി. വലൗലാ ബല്ലു സൈഫി ബിദ്ദിമായി ലയബ്ഖൽ ഹിന്ദു കുല്ലുഹു ഫിൽ അമായി. വലൗലാ ബല്ലു സൈഫി ബിദ്ദിമായി, ഞാൻ ഇസ്ലാമിന് വേണ്ടി ശബ്ദിച്ചില്ലായിരുന്നുവെങ്കിൽ, എന്റെ ഗഡ്ഗം അതിനു വേണ്ടി വീശിയില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ രാജ്യം മുഴുവനും അന്ധകാരത്തിൽ നിബിഡമാകുമായിരുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുഫറിന്റെ കോട്ടകൊത്തരങ്ങൾ നീക്കിയിട്ട് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം പ്രചരിപ്പിക്കുവാൻ ഏറെ കഷ്ടപ്പാടുകൾ ഞാൻ സഹിച്ചിട്ടുണ്ട്. വകം മിൻ ലൈലത്തിൻ ബിത്നാജിയാ വകം യൗമിൻ ഖതഅനാ ബില്ലമായി. വകം മിൻ ലൈലത്തിൻ, എത്ര രാത്രികളാണ് ബിത്നാജിയാ ഞങ്ങൾ പട്ടിണി കടന്നു കഴിഞ്ഞു പോയത്. വകം യൗമിൻ ഖതഅനാ ബില്ലമായി, കഠിനമായ ദാഹവും പേറി എത്ര പകലുകളാണ് ഞങ്ങൾ തള്ളി നീക്കിയത്. ഈ വിധത്തിൽ കഷ്ടപ്പെട്ടുകൊണ്ടാണ് അള്ളാഹുവിന്റെ മതം ജനങ്ങളിൽ പ്രചരിപ്പിക്കാൻ ഞങ്ങൾ ത്യാഗം സഹിച്ചത് എന്ന് മഹാനുഭാവൻ തന്നെ പഠിപ്പിച്ച പദ്യത്തിൽ പറയുന്നു. ഇരിക്കട്ടെ, മഹാനായ സുൽത്താൻ ഇബ്രാഹിം ബാദ്ഷാ തങ്ങൾ പരിശുദ്ധ മദീനയിൽ ഇബാദത്തിലും തഖ്വയിലുമായി റൗളയിൽ കഴിയുമ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഓ ഇബ്രാഹിം, മദീനയിൽ ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്നത് വലിയ ഖൈർ തന്നെയാണ്. എങ്കിലും ഇസ്ലാമിന്റെ സന്ദേശം ഇനിയും എത്തിയിട്ടില്ലാത്ത ചില മുക്കുമൂലകൾ ചില നാടുകളിലുണ്ട്. ആ രാജ്യങ്ങളിലൊക്കെ പോയി ഇസ്ലാമിന്റെ പ്രബോധനം എത്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, യകൂനു ഫീ ഹാദിഹിൽ ഉമ്മത്തി ബഅസുൻ ഇല സിൻദി വൽ ഹിന്ദി. ഹബീബുനാ റസൂലുള്ളാഹി പഠിപ്പിച്ചു, യകൂനു ഫീ ഹാദിഹിൽ ഉമ്മത്തി, ഈ സമുദായത്തിൽ പിന്നീട് ഉണ്ടാകും ബഅസുൻ, ചില സംഘങ്ങൾ, ഇല സിൻദി വൽ ഹിന്ദി, സിന്ധിലും ഹിന്ദിലും ഇസ്ലാമിക പ്രബോധനവുമായി പോകുന്ന ചില സംഘങ്ങൾ ഈ സമുദായത്തിൽ ഉണ്ടാകും.
ഉണ്ടാകുമെന്ന് ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസിൽ തന്നെ കാണാം. ആ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നം കാണിക്കുകയാണ്, റൗളയിൽ കൂടുന്നത് ഖൈറ് തന്നെയാണെങ്കിലും ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി നാട് വിട്ടുപോകണം. നോക്കൂ, നിങ്ങൾ ഹജ്ജത്തുൽ വദാഇന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന് വരുമ്പോൾ 1,00,000 ചില്ലാനം സ്വഹാബിമാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മദീനയിലെ ആ കാലം മുതലുള്ള വലിയ ശ്മശാനമായ ജന്നത്തുൽ ബഖീഅ എന്ന പൊതുശ്മശാനത്തിൽ ഇപ്പോൾ ആകെയുള്ളത് 10,000 സ്വഹാബിമാരുടെ ഖബറുകളാണ്. ഈ ബാക്കിയുള്ള 10,000-കണക്കിന് സ്വഹാബിമാർ എവിടെ പോയി? അവരൊക്കെയും റസൂലുള്ളാഹിയിൽ നിന്ന് കേട്ടുപഠിച്ച ഇസ്ലാം ദീൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾക്ക് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നാട് നീളെ സഞ്ചരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പല നാടുകളിലും അവർ പോയി മരണപ്പെടുകയുണ്ടായി. അങ്ങനെയാണ് നമ്മുടെ കേരളത്തിലും വന്നത്. ഈ വിധത്തിൽ ഒരു ദീനീ പ്രബോധനത്തിന്റെ സന്ദേശം റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നത്തിലൂടെ അറിയിച്ചു കൊടുത്തപ്പോൾ ആ കാര്യം മഹാനായ ഇബ്രാഹിം ബാദുഷാ തങ്ങൾ അന്ന കാലഘട്ടത്തിലെ പ്രമുഖരായ സ്വാലിഹീങ്ങളായ ആളുകളോടെല്ലാം മുശാവറത്ത് ചെയ്തു. റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നം കാണുക എന്നത് സാധാരണയാണ്. മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളുടെ വിരഹ ദുഃഖം പൂണ്ടുകൊണ്ട് മദീന വിട്ട് യമനിൽ പോയി താമസിച്ച സംഭവം ഇമാം സുയൂത്തി പഠിപ്പിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഒരിക്കൽ സ്വപ്നം കാണുകയാണ് റസൂലുള്ളാഹിനെ. ഓ ബിലാൽ, താങ്കൾ എന്നെ മറന്നുപോയോ ബിലാൽ? മഹാനായ ബിലാൽ മുഅദ്ദിനാണ്. മദീനത്തെ പള്ളിയിൽ ബാങ്ക് കൊടുക്കാറ്. റസൂലുള്ളാഹി വഫാത്തായ വിരഹ ദുഃഖം താങ്ങാനാകാതെ മഹാനായ ബിലാൽ നാട് വിട്ടുപോയതാണ്. നാട് വിട്ടുപോയ ബിലാലിനെ സ്വപ്നത്തിൽ റസൂലുള്ളാഹി തങ്ങൾ വിളിക്കുകയാണ്. ബിലാൽ, താങ്കൾ എന്നെ മറന്നുപോയോ? മദീനയിൽ വരാൻ മറന്നുപോയോ എന്ന്. മഹാനായ ബിലാൽ മുഅദ്ദിൻ ആവർത്തിച്ച് സ്വപ്നം കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി പരിശുദ്ധ മദീനയിലേക്ക് പുറപ്പെടുകയും അങ്ങനെ മദീന ജനങ്ങളുടെ വലിയ താല്പര്യപൂർവ്വമുള്ള അപേക്ഷ മാനിച്ചുകൊണ്ട് ഒരു നേരം ബാങ്ക് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാവുകയും ചെയ്ത സംഭവം ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. ഈ വിധത്തിൽ മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ അതേ കാലത്ത് ജീവിച്ച മഹാനാണ് ഇമാം ഗസ്സാലി തങ്ങൾ. അബൂ ഹാമിദുൽ ഗസ്സാലി തങ്ങൾ തന്റെ ഇഹ്യാ എന്ന ഗ്രന്ഥത്തിനെ ചില പണ്ഡിതന്മാരായ ചില ആളുകൾ അക്കാലത്ത് കുറ്റം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കണ്ടൊരു സംഭവം അതിന്റെ പണ്ഡിതന്മാരെല്ലാം അതിന്റെ ഹാഷിയകളിലും വിവർത്തനങ്ങളിലും ഒക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ വിധത്തിൽ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ സ്വപ്നമനുസരിച്ചിട്ട് മഹാനായ ഇബ്രാഹിം ബാദുഷാഹ് ആ കാലഘട്ടത്തിലെ സ്വാലിഹീങ്ങളോട് മുശാവറ ചെയ്തു. അവര് പറഞ്ഞു, റോം ചക്രവർത്തിയായ മഹ്മൂദ് ബാദുഷയോട് ഈ കാര്യം അറിയിച്ചുകൊണ്ടൊരു കത്തെഴുതണം. അദ്ദേഹത്തിന്റെ തീർപ്പ് എന്താണെന്ന് നമ്മൊന്ന് മനസ്സിലാക്കണം. അപ്രകാരം കത്തെഴുതി അറിയിച്ചു. മഹ്മൂദ് ബാദുഷാ എന്ന ചക്രവർത്തി വല്ലാതെ സന്തോഷം പ്രകടിപ്പിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സൈന്യത്തിലെ മഹാനായ ഒരു മന്ത്രി അബ്ബാസ് എന്ന് പറയുന്ന ഒരു മന്ത്രിയെയും 1,00,000-ഓളം വരുന്ന കുതിരപ്പടയാളികളെയും സഹായത്തിന് വേണ്ടി അദ്ദേഹം വിട്ടുകൊടുക്കുകയും ചെയ്തു. വലിയൊരു സംഘമായി പരിശുദ്ധമായ മദീനയുടെ പരിസര ഭാഗങ്ങളിൽ നിന്ന് പലരും വിവരം കേട്ടറിഞ്ഞുകൂടി. അറേബ്യൻ നാട്ടിലെ യമൻ, ഇറാഖ്, കൻആൻ, ഷാം, മിസ്ർ തുടങ്ങിയ വിവിധ ഭാഗങ്ങളിൽ നിന്നും അറബി സംഘങ്ങൾ എത്തി. എല്ലാവരും കൂടി പരിശുദ്ധമായ മദീനയിൽ റസൂലുള്ളാഹി തങ്ങളോട് സമ്മതം വാങ്ങി സിയാറത്ത് ചെയ്ത് പരിശുദ്ധ മക്കയിൽ വന്ന് കഅബ തവാഫ് ചെയ്ത് വലിയ ഒരു സംഘമായി ജിദ്ദ തീരത്തെത്തി. അപ്പോഴത്തേക്കും ജിദ്ദയിലെ അന്നത്തെ ഗവർണറായിരുന്ന ഇസ്കന്ദർ അദ്ദേഹം ഈ സംഘത്തിൽ പുറപ്പെട്ടിട്ടുണ്ടെന്നും ഇല്ല എന്നും രണ്ടഭിപ്രായങ്ങൾ സുൽത്താൻ ബാദ്ഷാ തങ്ങളുടെ മൗലിദുകളിലെല്ലാം പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, വലിയൊരു സംഘമായവർ. ആ സംഘം വരുന്നത് ആരെങ്കിലും ആക്രമിക്കാനല്ല, ഒരു രാജ്യം പിടിച്ചടക്കാനല്ല, ആരോടെങ്കിലും കോപിക്കാനല്ല, ആരോടെങ്കിലും ദ്രോഹിക്കാനല്ല. സമാധാനത്തിന്റെ സന്ദേശവും സാഹോദര്യവും മതത്തിന്റെ നല്ല നല്ല വശങ്ങളും ഏകദൈവ വിശ്വാസവും ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി തങ്ങളുടെ നിർദ്ദേശപ്രകാരം പുറപ്പെട്ട ഒരു വലിയ സംഘം. കപ്പൽ യാത്രയാണെന്ന് പറയേണ്ടതില്ലല്ലോ. മാസങ്ങൾക്കുള്ള സഞ്ചാരത്തിന് ശേഷം അവർ കേരളത്തിന്റെ തീരപ്രദേശമായ കണ്ണൂരിൽ വന്ന് അടുക്കുകയുണ്ടായി. കണ്ണൂരിൽ ഇറങ്ങിയപ്പോൾ അന്ന് കണ്ണൂരും കേരളത്തിലെ വലിയൊരു ഭരണകേന്ദ്രമായ കണ്ണൂർ ആദിരാജ കുടുംബം, ആദിരാജ എന്നാൽ അതിലെ മുഹമ്മദ് അലി എന്ന് പേര് പറയപ്പെടുന്ന, ഇക്കാലഘട്ടത്തിൽ മഹാബലി എന്ന പേരിൽ വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന മുഹമ്മദ് അലി എന്ന പേര് സ്വീകരിച്ചിട്ടുള്ള ആദിരാജ കുടുംബം ഒരു മുസ്ലിം കുടുംബമായിരുന്നു. അവർ ഈ സംഘത്തെ സ്വീകരിക്കുകയും ആനയിക്കുകയും വേണ്ടുന്ന
എല്ലാ സൗകര്യങ്ങളും കേരളത്തിൽ താമസിക്കുന്നതിന് ചെയ്തു തരാമെന്ന് പറയുകയും ചെയ്തെങ്കിലും ഉദ്ദിഷ്ട ലക്ഷ്യം ഇവിടെയല്ലല്ലോ എന്ന് മനസ്സിലാക്കി 6 മാസക്കാലം അവർ സഞ്ചരിച്ചു. കേരളത്തിന്റെ തീരപ്രദേശത്തിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ തമിഴ്നാട്ടിൽപ്പെട്ട വൈപ്പാർ എന്ന് പറയുന്ന പ്രദേശത്തെത്തി. അവിടെ തിരുനെൽവേലി ജില്ലയും മധുര ജില്ലയും രാമനാട് ജില്ലയും, ഈ 3 ജില്ലകളിൽ ആ കാലഘട്ടത്തിൽ ഭരണം നടത്തിയിരുന്നത് പാണ്ഡ്യ കുടുംബത്തിൽപ്പെട്ട 3 രാജാക്കന്മാരായിരുന്നു. മധുര ജില്ല ഭരിച്ചിരുന്നത് തിരുപാണ്ഡ്യൻ എന്ന രാജാവും, തിരുനെൽവേലി കുലശേഖര പാണ്ഡ്യനും, രാമനാട് വിക്രമപാണ്ഡ്യൻ എന്ന 3 രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്. ഈ 3 രാജകുടുംബത്തോടും ഈ 3 രാജാക്കന്മാരോടും അവരുടെ കുടുംബങ്ങളോടും സൗഹൃദവും സ്നേഹവും പുലർത്തി ഈ വലിയ വന്ന സംഘം അവർ താമസം തുടങ്ങുകയാണ്. പക്ഷേ ജനങ്ങൾക്ക് നല്ല നല്ല വഴികൾ, പല വിഗ്രഹങ്ങളെയും പൂജിക്കുക എന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിലും അത് ബുദ്ധിക്ക് നിരക്കുന്നതല്ല, ഉടയതമ്പുരാന്റെ കൽപ്പനയല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ അവസാനത്തെ പ്രവാചകനാണ് എന്ന സത്യസന്ദേശം സമാധാനത്തിന്റെ മാർഗത്തിലൂടെ അവരെ ധരിപ്പിക്കുകയുണ്ടായി. പക്ഷേ ആ സന്ദേശത്തെ ഉൾക്കൊള്ളാൻ ചില ആളുകൾ തയ്യാറായില്ല. തിരുനെൽവേലി ജില്ല ഭരിച്ചിരുന്ന കുലശേഖര പാണ്ഡ്യനാകട്ടെ അതിന് വഴങ്ങുകയും അത് അംഗീകരിക്കുകയും, നിങ്ങൾ നിങ്ങളുടെ മതം ആളുകളോട് പറഞ്ഞോളൂ, ഇഷ്ടമുള്ളവർ സ്വീകരിച്ചോട്ടെ, ഞങ്ങൾക്കതിൽ പരാതിയില്ല എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. എന്നാൽ മധുര ഭരിക്കുന്ന തിരുപാണ്ഡ്യനാകട്ടെ രാമനാടിന്റെ വിക്രമപാണ്ഡ്യനാകട്ടെ അവരത് അംഗീകരിച്ചില്ല. ആ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ പരസ്പരം അങ്ങുമിങ്ങും ഏറ്റുമുട്ടലിന്റെ പക്കത്തെത്തി. ചിലർ ഏറ്റുമുട്ടലുകളെല്ലാം പല ഭാഗങ്ങളിൽ നടക്കുകയുണ്ടായി. ആ ഏറ്റുമുട്ടലിൽ മരിച്ചവരാണ് ഏർവാടി ശുഹദാക്കന്മാർ. മഹാനായ സുൽത്താൻ ബാദ്ഷാ തങ്ങൾ പരിശുദ്ധമായ മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ അദ്ദേഹം ഒറ്റക്കായിരുന്നില്ല. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളിൽ ധാരാളം ആളുകളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ 2 പുത്രന്മാരായ അബൂ താഹിറും സൈനുൽ ആബിദീൻ തങ്ങളും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരനായ ഇസ്ഹാഖ് എന്നവരുണ്ടായിരുന്നു. ഉമ്മയാകുന്ന സയ്യിദത്ത് ഫാത്തിമ എന്നവരും ഭാര്യ ഫാത്തിമ എന്നവരും മകൾ സൈനബ ബീവിയും സഹോദരി റാബിഅ ബീവിയും ഉണ്ടായിരുന്നു. ആകെ 117 സ്ത്രീകളായിരുന്നു ആ വലിയ സംഘത്തിലുണ്ടായിരുന്നത്. ഈ മഹതിമാരും ഈ മഹാത്മാക്കളുമാണ് ഇന്ന് ഏർവാടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഏർവാടി എന്ന് പറയുന്നത് രാമനാട് ജില്ലയിൽപ്പെട്ടൊരു കുഗ്രാമമാണ്. രാമനാട് വെച്ച് നടന്ന യുദ്ധത്തിൽ ശുഹദാക്കന്മാരായ മഹാരഥന്മാരാണ് ഇവരെല്ലാവരും. മധുര ആദ്യകാലഘട്ടങ്ങളിൽ മധുരയിൽ ഒരു ഏറ്റുമുട്ടലും സംഘടനകളൊക്കെ ഉണ്ടായെങ്കിലും ആ സംഘടനത്തിൽ മധുര ഭരണാധികാരികളും മധുരയിലെ പട്ടാളക്കാരും ഒക്കെ തോറ്റ് അവസാനം പിന്മടങ്ങി ഓടിയെ അവിടെ ഒരു ഇസ്ലാമിക ഖലീഫയെ നിയമിക്കുകയും ചെയ്യുകയുണ്ടായി. എന്നാൽ രാമനാട് ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ മഹാനായ അബൂ താഹിർ എന്നവർ ഷഹീദായി, അബ്ബാസ് ബന്ദ്ർ ഷഹീദായി, ഡോക്ടർ ഹക്കീം തങ്ങൾ ഷഹീദായി. വലിയ സംഘമായപ്പോൾ ആ കൂട്ടത്തിൽ ഡോക്ടർമാരുണ്ടായിരുന്നു, ഹക്കീമുമാരുണ്ടായിരുന്നു, മന്ത്രിമാരുണ്ടായിരുന്നു, അമീറുമാരുണ്ടായിരുന്നു, വിവിധ മഹൽ സ്ഥാനങ്ങൾ ജീവിതകാലത്ത് വഹിച്ച മഹാരഥന്മാരുണ്ടായിരുന്നു. അവരെല്ലാവരും ഷഹാദത്തിന് ശേഷവും ആ വക മഹത്തായ നാമങ്ങളിൽ തന്നെയാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. അങ്ങനെ ഏർവാടി എന്ന പ്രദേശത്ത് രാമനാട് നടന്ന ഏറ്റുമുട്ടലിൽ യുദ്ധത്തിൽ ഷഹീദായ ശുഹദാക്കന്മാർ ആ നിരവധി ഏക്കർ ഭൂമികളിലായി വിവിധ ഭാഗങ്ങളിലായി അവർ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ഏതായാലും ഇരിക്കട്ടെ, യുദ്ധത്തിന്റെ അവസാന ഘട്ടം മുസ്ലിം സമുദായത്തിന് വിജയമുണ്ടാവുകയും 12.5 വർഷത്തോളം സുൽത്താൻ ഇബ്രാഹിം ബാദ്ഷാ തങ്ങൾ പരിശുദ്ധമായ ആ ഇസ്ലാമിന്റെ യാഥാർത്ഥ്യങ്ങൾ, ഇസ്ലാമിന്റെ സത്യസന്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഖിലാഫത്ത്, ഇസ്ലാമിക ചുറ്റുപാടിലുള്ള ഭരണം ഏർവാടി കേന്ദ്രമായി രാമനാട് കേന്ദ്രമായി നടത്തുകയുണ്ടായി. ഇതിനിടയിൽ തന്റെ മകനായ സൈനുൽ ആബിദീനെയും വന്നിട്ടുള്ള സംഘത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന നല്ലൊരു സംഘം ആളുകളെയും തിരിച്ച് വിജയത്തിന്റെ സമാധാനത്തിന്റെ വിജയത്തിന്റെ വെന്നിക്കൊടിയുമായി പരിശുദ്ധമായ മദീനയിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. ആളുകൾ തിരിച്ചുപോയ തക്കം നോക്കി, മകൻ തിരിച്ചുപോയ തക്കം നോക്കി മധുര ഭരിച്ചിരുന്ന രാജാവ് വീണ്ടും ആക്രമിക്കുന്നതിന് വേണ്ടി തിരുപാണ്ഡ്യൻ വീണ്ടും മഹാനായ സുൽത്താനുമായി ഏറ്റുമുട്ടുന്നതിന് വേണ്ടി വന്നപ്പോൾ ഇസ്ലാമിന്റെയും ഖുർആനിന്റെയും സന്ദേശം ഏതൊരു വിഭാഗം സമാധാനത്തിന് വേണ്ടി കാക്ഷിക്കുന്നുവോ എങ്കിൽ സമാധാനം സ്ഥാപിക്കണം. അക്രമത്തിന്റെ പാത ആരാണോ സ്വീകരിക്കുന്നത് എങ്കിൽ ആ അക്രമത്തിനെ നേരിടണം എന്നാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം. ഒരു രാജ്യത്തും ഒരു കാലഘട്ടത്തിലും ഒരു സ്വഹാബിയും ഒരു താബിയും
ഒരൊറ്റ മഹാത്മാക്കളിൽപ്പെട്ട ഒരൊറ്റയാളും അങ്ങോട്ട് ആക്രമിക്കാൻ പോയതല്ല. സമാധാനത്തിന്റെ സന്ദേശങ്ങളുമായി ചെല്ലുമ്പോൾ ആരാണോ ആക്രമിക്കുന്നത്, ആക്രമിക്കുന്നിടത്ത് ആയുധം മറുപടി പറയേണ്ടിടത്ത് തിരിച്ചാക്രമിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇരിക്കട്ടെ, അത് മനുഷ്യ സഹജമാണ്, ലോക സഹജമാണ്. ഒരു രാഷ്ട്രത്തെ ആക്രമിക്കാൻ വരുന്നവരെ നേരിടുന്നതിന് വേണ്ടി രാഷ്ട്രത്തിന് പട്ടാളം ഉണ്ടായിരിക്കും, അതിന് സൈനിക വിന്യാസങ്ങൾ ഉണ്ടായിരിക്കും, സൈനിക സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. അത് ഏത് കൊച്ചു രാഷ്ട്രമാണെങ്കിലും, കൊച്ചു നാടാണെങ്കിലും, കൊച്ചു സമുദായമാണെങ്കിലും, ഏത് നാടുകളിലും പ്രത്യാശാസ്ത്രപരമായി തന്നെ ഉണ്ടാകുന്നതാണ്. ചില വൃക്ഷങ്ങളിൽ കാണാം മുള്ളുകൾ, ആ വൃക്ഷത്തിനെ പിടിക്കാൻ ചെല്ലുന്നവർക്ക് ദ്രോഹമുണ്ടാക്കുന്നു. അത് പാമ്പിനെ ആക്രമിക്കാൻ ചെല്ലുമ്പോൾ പാമ്പ് ഓടിച്ചിട്ട് കടിക്കുന്നു. ഇത് സർവ്വസാധാരണമാണ്. ഇതുപോലെ അക്രമത്തിന്റെ സ്വഭാവം തിരുവാണ്ടിയൻ വീണ്ടും സ്വീകരിച്ചപ്പോൾ മഹാനായ ബാദുഷാ തങ്ങൾ പ്രതികരിക്കുകയുണ്ടായി. ആ പ്രതിരോധത്തിലാണ് സുൽത്താൻ ഇബ്രാഹിം ബാദുഷാ തങ്ങളും ഷഹീദായത്. ليتصريف في الدنيا جميعا ليتصريف في أعلى السماء. മഹാനായ സുൽത്താൻ ബാദുഷാ തങ്ങൾ തന്നെ പാടുകയുണ്ടായി, എനിക്ക് ഇരു ലോകത്തും അള്ളാഹുവിന്റെ നിയന്ത്രണ അധികാരത്തിനാൽ, അള്ളാഹുവിന്റെ കഴിവിനാൽ ആകാശത്തിലും ഭൂമിയിലും മറ്റ് എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് തസറുഫാത്തുകൾ, എനിക്ക് ക്രയവിക്രയങ്ങൾ നടത്താൻ കഴിയുമെന്ന് പറഞ്ഞ അത്ഭുതകരമായ കറാമത്തുകളിലേക്ക് നീങ്ങുന്ന ആദരവ് പടച്ച തമ്പുരാൻ അവർക്ക് കൊടുത്തത് അവർ രക്തസാക്ഷിത്വം വഹിച്ചു എന്നൊരൊറ്റ കാരണത്താലാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായ ആ ശുഹദാക്കന്മാരാണ് ഏർവാടിയിൽ ഇപ്പോൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. യഥാർത്ഥത്തിൽ അവർ ഈ രാജ്യത്ത് വന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നല്ല ഉപദേശങ്ങളിലൂടെയും തന്ത്രപരമായും ജനങ്ങളെ പടച്ച റബ്ബിന്റെ പരിശുദ്ധ മതത്തിന്റെ വിശ്വാസ ആചാര കർമ്മങ്ങളിലേക്ക് ക്ഷണിക്കുക എന്ന ഖുർആനിന്റെ ആഹ്വാനമനുസരിച്ച് നല്ലത് ഉപദേശിക്കാൻ വന്നവരാണ്. പക്ഷേ എന്തിനു പറയുന്നു, യുദ്ധത്തിന്റെ വക്കത്തെത്തി, ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. ആ ഏറ്റുമുട്ടലുകളിൽ അവർ ഷഹീദായി. ശുഹദാക്കന്മാർ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല വലിയ മഹാത്മ്യം കൊടുത്തിട്ടുള്ള വിഭാഗമാണ്. അല്ലാഹു തആല അവർക്ക് വലിയ ആദരവുകൾ കൊടുത്തിട്ടുണ്ട്, വലിയ സ്ഥാനമാനങ്ങൾ നൽകിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പഠിപ്പിച്ചു, ലാ തഹ്സബന്ന അല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ. അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവരായ ആളുകൾ അവർ മരിച്ചു എന്ന് നീ കരുതുക പോലും ചെയ്യരുത്. അങ്ങനെ ഒരു വിചാരം പോലും നിനക്കുണ്ടാകാൻ പാടില്ല. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, മറിച്ച് അവർ അല്ലാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. യുർസഖൂൻ, അവർക്ക് റിസ്ക് നൽകപ്പെടുന്നുണ്ട്. ഫരിഹീന, അവർ സന്തോഷിക്കുന്നവരാണ്. ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി, അല്ലാഹു തആല അവൻ അവർക്ക് നൽകുന്ന ഔദാര്യങ്ങൾ കാണുമ്പോൾ അവർ വല്ലാതെ സന്തോഷമുണ്ടാകുന്നവരാണ്. ഒരു മനുഷ്യന് ജീവുണ്ട്, മരിച്ചിട്ടില്ല എന്നതിനെ കാണിക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണ്? അയാൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, അയാൾക്ക് സന്തോഷമുണ്ടാകുന്നുണ്ട്, ദുഃഖകരമായ വാർത്ത കേൾക്കുന്ന സന്താപം ഉണ്ടാകുന്നുണ്ട്. ഈ വക സന്തോഷവും സന്താപവും ആഹാരം കഴിക്കലും ഒക്കെ ഉണ്ടോ എങ്കിൽ അത് തന്നെയാണ് അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. പക്ഷേ അവർ നമ്മുടെ കൺമുമ്പിൽ നിന്ന് റൂഹി പിരിഞ്ഞ് മരിച്ചു പോയിട്ടുണ്ടെങ്കിലും സാധാരണ ആളുകളെ പോലെയല്ല. അവരെ ഖബറിൽ മറമാടിയിട്ടുണ്ട്, പക്ഷേ സാധാരണ ആളുകളെ പോലെയല്ല. അള്ളാഹുവിന്റെ പോർക്കളങ്ങളിൽ രക്തസാക്ഷിത്വം വഹിച്ച വീരപോരാളികളായ ശുഹദാക്കന്മാരെ അവർ ഷഹീദായ അതേ വസ്ത്രത്തിൽ തന്നെയാണ് അവരെ കഫൻ ചെയ്യേണ്ടത്. അതേ വസ്ത്രം മാറ്റിയിട്ട് വേറൊരു പുതിയ പുടവ അവർ കുടിപ്പിക്കാൻ പാടില്ല. ആ രക്തം പുരണ്ട, വിയർപ്പ് പുരണ്ട രക്തകണങ്ങളും വിയർപ്പ് കണങ്ങളും ഒട്ടിപ്പിടിച്ച് ആ വസ്ത്രത്തിൽ തന്നെയാണ് അവരെ മറമാടേണ്ടത്. അവരെ കുളിപ്പിക്കാൻ പാടില്ല. നാളെ പരലോകത്ത് വരുമ്പോൾ പടച്ചതമ്പുരാനെ, കണ്ടില്ലേ എന്റെ ശരീരത്തിൽ രക്തകണങ്ങൾ, ഇത് പ്രകാശം കണക്കെ ഞാൻ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു പടച്ചവനെ. അല്ലാഹുവേ, നിന്റെ ദീനിന് വേണ്ടി, നിന്റെ തൗഹീദിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടി ഞാൻ രക്തസാക്ഷിത്വം വഹിച്ചവരാണ് എന്ന് പടച്ച റബ്ബിന്റെ മുമ്പിൽ സാക്ഷി പറയുന്നതാണ്. മാത്രമല്ല അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നു എന്ന ആ ഖുർആനിന്റെ വേർഡിന് മുഫസ്സിരീങ്ങൾ പല അർത്ഥങ്ങളും പറഞ്ഞിട്ടുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു, പരലോകത്ത് സ്വർഗീയ ആരാമത്തിൽ ചില പക്ഷികളുടെ കൂട്ടത്തിലായും കൊണ്ട് പക്ഷികളെ പോലെ സ്വർഗത്തിൽ അവരിങ്ങനെ പാറിക്കളിച്ച് നടക്കുകയാണ് എന്ന്. അഹ്യാഉൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജീവിതം തന്നെയാണ്. അവരെ ജഡം നാം ഖബറിൽ മറവ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ജഡങ്ങൾ അജീർണ ജഡങ്ങളാണ്, അത് നശിക്കുകയില്ല എന്നും ചില പണ്ഡിതന്മാർ
പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിന് ഉദാഹരണമായി ഞാൻ ഒരു സംഭവം പറയട്ടെ. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു തന്റെ മുവത്ത എന്ന പ്രശസ്തമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഒരു സംഭവം എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ രണ്ടാമത്തെ യുദ്ധമാണ് ഉഹദ് യുദ്ധം. ഇസ്ലാമിന്റെ ഹിജറ 3-ാമത്തെ വർഷത്തിൽ മക്ക മുശ്രിക്കീങ്ങൾ മദീനയിലേക്ക് കടന്നാക്രമിക്കാൻ വന്നപ്പോൾ നീണ്ട 13 കൊല്ലക്കാലം തൗഹീദിന്റെ മന്ത്രങ്ങളുമായി ഹബീബുനാ റസൂലുള്ളാഹി മക്കയുടെ തെരുവുകളിൽ ഓടി നടന്നപ്പോൾ തീക്ഷ്ണമായ ആക്രമണങ്ങളും ഒരുപാട് ദേഹോപദ്രവങ്ങളും ഏൽപ്പിച്ചിട്ടും തിരിച്ചൊരു കല്ലുപോലും എടുത്തെറിയാത്ത സമാധാനത്തിന്റെ പ്രതീകമായ സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ജനിച്ച നാടും വീടും പ്രദേശങ്ങളും ഊടുവഴികളും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മക്ക വിട്ട് മദീനയിലേക്ക് ഹിജറ വന്നു. സമാധാനപരമായി ഇസ്ലാമിക ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇങ്ങോട്ട് കടന്ന് ആക്രമിക്കുന്നതിന് വേണ്ടി മക്ക മുശ്രിക്കുകൾ ഉഹദിലേക്ക് എത്തിയത്. അപ്പോൾ റസൂലും സഹാബത്തും അവസാനത്തെ തീരുമാന പ്രകാരം അവരെ നേരിടുന്നതിന് വേണ്ടി ഉഹദിലേക്ക് പോയി. അവിടെ എത്തിയിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ജബലു ഉഹദിൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഈ കാണുന്ന ഉഹദ് പർവ്വത നിരകൾ, ഇത് ഈ പർവ്വതം നമ്മെ ഇഷ്ടപ്പെടുന്നുണ്ട്, നാം അതിനെയും ഇഷ്ടപ്പെടുന്നു എന്ന്. അങ്ങനെ ആ പർവ്വതത്തിന്റെ ഭീമാകാരങ്ങളായ പാറക്കല്ലുകളെ സാക്ഷിയാക്കി അല്ലാഹുവിന്റെ റസൂൽ അതിന്റെ ഹുബ്ബ് വിളിച്ചോതിക്കൊണ്ട് നടത്തിയ യുദ്ധമായിരുന്നു ഉഹദ് യുദ്ധം. അതിന്റെ ആദ്യഘട്ടത്തിലും അവസാന ഘട്ടത്തിലും മുസ്ലിമീങ്ങൾക്ക് വിജയം തന്നെയാണ്. ആദ്യഘട്ടത്തിൽ വിജയം തന്നെ. അവസാന ഇടക്കാലത്ത് മുസ്ലിമീങ്ങൾക്ക് ചില ആക്രമണങ്ങളും പരിക്കുകളും മരണങ്ങളും കൂട്ടക്കുരുതികളും ഒക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ മുറിവേറ്റ 50ഉം 60ഉം മുറിവേറ്റ ശരീരങ്ങൾ വീണ്ടും പ്രതികരിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നത് കണ്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ മുശ്രിക്കീങ്ങൾക്ക് മുസ്ലിമീങ്ങളുടെ ഈമാനിക ആവേശവും തുടിപ്പുകളും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവസാനത്തിലും വിജയമാണ്, ആദ്യത്തിലും വിജയമാണ്. ഇടക്കാലത്ത് 70ഓളം വരുന്ന ആളുകൾ ആ ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി. ആ കൊല്ലപ്പെട്ട ശുഹദാക്കന്മാരെ എല്ലാവരെയും 1-2 ഖബറുകളിലായിട്ട് മറമാടാൻ നിർവാഹമില്ല. എന്നാൽ 70 പേർക്കും 70 ഖബറുകൾ കുഴിക്കാനും നിർവാഹമില്ല. ആ സമയത്ത് റസൂലുള്ളാഹി പഠിപ്പിച്ചു, ഒരു ഖബർ കുഴിക്കുക, അതിൽ 2-3 മറവ് ചെയ്യുക എന്ന്. അപ്രകാരം മറവ് ചെയ്ത കൂട്ടത്തിൽ 2 പ്രമുഖരായ സ്വഹാബിമാരാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ജമൂഹ് റളിയല്ലാഹു അൻഹുമാ. ആ 2 പേരെയും ഒരു ഖബറിനകത്താണ് മറമാടിയത്. അതിൽപ്പെട്ട ഒരു സ്വഹാബിയുടെ നെറ്റിയിൽ അമ്പ് തറച്ചിരുന്നു. അമ്പ് തറച്ചപ്പോൾ ആ സ്വഹാബി അമ്പ് തറച്ച ഭാഗത്ത് അദ്ദേഹത്തിന്റെ കൈ അങ്ങോട്ട് വെച്ചു. ആ വേദനയോടുകൂടിയാണ് അദ്ദേഹം പരലോകം പോകിയത്. ആ കൈ നെറ്റിയിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പിൽക്കാലത്ത് മുആവിയ റളിയല്ലാഹു അൻഹു ഭരിക്കുന്ന കാലഘട്ടത്തിൽ മദീനയിൽ ജലസേചനം, കൃഷി ആവശ്യത്തിന് വേണ്ടി ജലസേചനം നടത്തുന്നതിന് ഒരു കനാല് കീറാൻ തീരുമാനിച്ചു. അപ്പോൾ മദീനയിലെ ഗവർണർ മുആവിയ തങ്ങൾക്ക് കത്തെഴുതി, കനാല് കീറണമെങ്കിൽ ഉഹദിലൂടെ ഖബറുകൾ വെട്ടിപ്പൊളിക്കാതെ കനാല് കീറാൻ നിർവാഹമില്ല എന്ന്. ചില പ്രത്യേക മസ്ലഹത്തുകൾ പരിഗണിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഭരണാധികാരിയായ മുആവിയ റളിയല്ലാഹു അൻഹു അതിന് സമ്മതം കൊടുക്കുകയും അപ്രകാരം കനാല് കീറുകയും ചെയ്തു. ആ കനാല് കീറിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു അംറിന്റെയും അംർ ഇബ്നു ജമൂഹിന്റെയും ഖബർ വെട്ടിപ്പൊളിച്ചു നോക്കുമ്പോൾ ആ 2 ജഡങ്ങളും ലം യതഗയ്യറ കഅന്നമാ മാതാ ബിൽ അംസി. ആ 2 ജഡങ്ങളും ഇന്നലെ മരിച്ചതുപോലെ വികൃതമായിട്ടില്ല, അഴുകിയിട്ടില്ല, ജീർണിച്ചു പോയിട്ടില്ല, അഴുകിപ്പോയിട്ടില്ല, അങ്ങനെ ഇരിക്കുന്നു. മാത്രമല്ല ആ നെറ്റിയിൽ കൈവച്ച ആ സ്വഹാബിയുടെ കൈ ഇങ്ങോട്ട് പൊക്കി നോക്കിയപ്പോൾ ഫലമ്മാ ഉമീതത് യദുഹു അൻ ജുർഹിഹി, മുറിവിൽ നിന്നുകൊണ്ട് ആ കൈ ഇങ്ങോട്ട് മാറ്റി നോക്കിയപ്പോൾ സുമ്മ അർസലത് ഫറജഅത് കമാ കാനത്, മുമ്പുണ്ടായിരുന്നതുപോലെ ജീവുള്ള മനുഷ്യന്മാരെ കൈ അങ്ങോട്ട് കാന്തം കണക്കെ മടങ്ങിപ്പോകുന്നത് പോലെ അദ്ദേഹത്തിന്റെ കൈ അങ്ങോട്ട് തന്നെ മടങ്ങിപ്പോയി എന്ന്. ഏതാണ് ഈ സംഭവം? അവർ ഷഹീദായി 46 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്. സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ ബോഡി ഖബറിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ആഴ്ചകളോ മാസങ്ങളോ വർഷമോ കഴിഞ്ഞാൽ അതാകെ അഴുകി ദ്രവിച്ച് നശിച്ചു പോകുന്നു. എന്നാൽ ഈ 46 കൊല്ലം കഴിഞ്ഞിട്ടും ഉഹദ് ശുഹദാക്കന്മാരെ ജഡങ്ങൾ നശിച്ചിട്ടില്ല. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞ സംഭവം തന്നെ ഇതിൽ കാണാം. അബ്ദുള്ള എന്ന ഉപ്പ തലേനാൾ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ജാബിറെ, നാളെ ഉപ്പ ഉഹദിന്റെ പോർക്കളത്തിലേക്ക് പോവുകയാണ്. എന്തിനാണ് മോനെ ഉപ്പ ഒരുപാട് കാലം ജീവിക്കുന്നത്? ജീവിക്കുന്ന കാലം പുലിക്കുട്ടിയായി ജീവിച്ചാൽ മതിയല്ലോ. അള്ളാഹുവിന്റെ പോർക്കളത്തിൽ ഷഹീദാകണമെന്നാണ് വാപ്പയുടെ ആഗ്രഹം. പിറ്റന്നാൾ ഉഹദ് യുദ്ധം നടന്നപ്പോൾ ആദ്യമായി ഷഹീദായി വീണത്
മഹാനായ അബ്ദുള്ള എന്ന സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ കറാമത്ത് കൂടിയായിരുന്നു അത്. അദ്ദേഹം തലേനാൾ മകനാകുന്ന ജാബിറിനെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, മോനെ, ഈ കാണുന്ന 9 പെൺകുട്ടികൾ, ഇവരെല്ലാവരും നിന്റെ സഹോദരിമാരാണ്. ഇവരുടെ കാര്യമൊക്കെ നീ ശ്രദ്ധിക്കണം. ഈ വസിയത്തിന് വേണ്ടിയാണ് മോനെ നിന്നെ ഞാൻ വിളിച്ചത്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, പാപ്പയുടെ മരണശേഷം പ്രായമുള്ളൊരു വൃദ്ധയെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. കൂട്ടുകാരൊക്കെ ചോദിച്ചു, ജാബിർ, നിന്റെ കല്യാണം കഴിഞ്ഞുവല്ലേ? അതെ. നീ ആരെയാണ് വിവാഹം ചെയ്തത്? യുവതിയാണോ, കന്യകയാണോ, അല്ല വൃദ്ധയാണോ? ഒരു വൃദ്ധയാണ്. എന്തിനാണ് ജാബിർ നീ അങ്ങനെ ചെയ്തത്? എന്റെ ഉപ്പയുടെ വസിയത്തിന്റെ സഹോദരിമാരെ നോക്കണമെന്നാണ്. എന്റെ സഹോദരിമാരുടെ സ്വഭാവങ്ങളുമായി ഒത്തൊരുമിച്ച് പോകാൻ ഒരു വൃദ്ധയായ ഉമ്മയാണ് എന്റെ വീട്ടിൽ ആവശ്യം. അതാണ് ഞാൻ അങ്ങനെ വിവാഹം കഴിച്ചത് എന്ന് പറഞ്ഞ സംഭവം മുസ്ലിമിലൊക്കെ കാണാൻ കഴിയും. ഏതായാലും ഇരിക്കട്ടെ, മഹാനായ ഈ പ്രമുഖൻ സ്വഹാബി ജാബിർ റളിയല്ലാഹു അൻഹു തന്റെ ഉപ്പയെ കനാല് കീറുന്നതിന് വേണ്ടി ഖബറുകൾ വെട്ടിപ്പൊളിച്ചപ്പോൾ ഉപ്പയെ പോയി പൊക്കുകയും തോളിലിട്ട് ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ തോളിലിട്ട് കൊണ്ടുപോകുന്നത് പോലെ തോളിലിട്ട് കൊണ്ടുപോവുകയും ചെയ്തതായി ഇമാം സുംഹൂരി തന്റെ വഫായിൽ എഴുതി വെച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഔജിദുൽ മസാലിക്കിൽ പറഞ്ഞിരിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് ഉഹദ് ശുഹദാക്കന്മാരെ പോലെ തന്നെ അള്ളാഹുവിന്റെ പോർക്കളത്തിൽ ഷഹീദായ ഒരുപാട് ശുഹദാക്കൾ അടക്കമുള്ള ലോകത്തെ എവിടെയൊക്കെ ശുഹദാക്കന്മാരുണ്ടോ അവരെല്ലാവരും ജീർണിച്ചു പോകാത്ത അജീർണ ജഡങ്ങളാണ്. അപ്പോൾ അവർക്ക് മഹാത്മ്യങ്ങളുണ്ട്, അവർക്ക് കറാമത്തുകളുണ്ട്. അവർ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, നാമതറിയുന്നില്ല, അല്ലാഹുവിന്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നവർ തന്നെയാണ്. യുർസഖൂന, അവർക്ക് സ്വർഗീയ ഭക്ഷണം പടച്ച തമ്പുരാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ നിരക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഉഹദ് ശുഹദാക്കന്മാരെ പോലെ തന്നെ. അല്ലാഹുവിന്റെ ഭൂലോകത്തുള്ള എവിടെയൊക്കെ ശുഹദാക്കന്മാരുണ്ടോ ആ ശുഹദാക്കന്മാർ അവർ ചില്ലറക്കാറില്ല. അവരെ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന ആളുകൾ അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നവരെ പോലെ ജീവിച്ചിരിക്കുന്ന ഒരു മഹാന്റെ മുമ്പിൽ നാം ചെല്ലുകയാണെങ്കിൽ എന്തുമാത്രം ആദരവും ബഹുമാനവും കാണിക്കുമോ എങ്കിൽ ആ ആദരവിലും ബഹുമാനത്തിലുമാകണം അവിടെ സിയാറത്തിന് വരേണ്ടവർ നിൽക്കേണ്ടത്. സിയാറത്തിന് വരുമ്പോൾ നാം അവർക്ക് സലാം പറയണം. അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ, അസ്സലാമു അലൈക്കും യാ ശുഹദാ അല്ലാഹ്, അസ്സലാമു അലൈക്കും യാ മൻ ഖുതില ഫീ സബീലില്ലാഹ്, അസ്സലാമു അലൈക്കും യാ സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാഹ്, യാ സയ്യിദനാ അബാ താഹിർ, യാ സയ്യിദനാ വസീർ അബ്ബാസ് തുടങ്ങിയ വിധത്തിൽ സലാം പറയുകയും അവരെ ഖബറിനരികെ നിന്നുകൊണ്ട് നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഖുർആനുകളും മറ്റും അവർക്ക് ഓതി ഹദിയ ചെയ്യുകയും ഖിബിലാക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് വുദുവോടുകൂടി അവരെ തവസ്സുലാക്കി ദുആ ചെയ്യുകയും ചെയ്യണം. ഇതാണ് സിയാറത്ത് ചെയ്യേണ്ടുന്ന ആളുകൾ ചെയ്യേണ്ടത്. കണ്ടില്ലേ നിങ്ങൾ, ഒരുപാട് ശുഹദാക്കന്മാർ അവരന്ത്യവിശ്രമം കൊള്ളുന്ന ആ കുഗ്രാമം ഒരു വലിയ കോടതിയാണ്, ഒരു പരസ്യമായ കോടതി. ഹയാത്ത് കാലത്ത് എല്ലാ കൊലകൊമ്പന്മാരായ പിശാചുക്കളോടും ദുർമാർഗികളോടും അക്രമികളോടും പടപൊരുതിയ ആ മഹാരഥന്മാർ അവരുടെ ഷഹാദത്തിന് ശേഷവും ലോകത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന പിശാചുകളോട് പടപൊരുതിക്കൊണ്ടിരിക്കുകയാണ്. പിശാച് ബാധയേറ്റവർ, ക്ഷുദ്രമേറ്റവർ, മാനസിക രോഗികൾ തുടങ്ങിയ കണ്ണീര് കുടിക്കുന്ന ഒരുപാട് ജനങ്ങൾ അവിടെ വരികയും അവർക്ക് ധാരാളം ഖുർആനുകൾ ഓതി ഹദിയ ചെയ്ത് അവരോട് തവസ്സുലാക്കി ദുആ ചെയ്തുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്ത് അവിടെ അങ്ങനെ കഴിയുമ്പോൾ ആ മഹാരഥന്മാരുടെ ഹാദിമീങ്ങൾ അവരുടെ കറാമത്തായും കൊണ്ട് അത്ഭുത സിദ്ധിയായും കൊണ്ട് അദൃശ്യലോകത്ത് അവർ ഇന്നും കാണിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതമായി അവിടെ ആ കേസുകൾ നടക്കുകയും വിചാരണ ചെയ്യുകയും പരസ്യമായി ജനങ്ങളെ അറിയിക്കുകയും രോഗം മാറുകയും ചെയ്യുന്ന സംഭവങ്ങൾ ധാരാളമാണ്. 1, 2, 5, 10 കറാമത്തുകളല്ല പറയാൻ, ആയിരക്കണക്കായ കറാമത്തുകൾ 900ഓളം വർഷമായി അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരുടെ കറാമത്തുകൾ എങ്ങനെ പറഞ്ഞറിയിക്കാനാണ്? ഒരുപാട് കറാമത്തുകൾ. അദ്ദേഹം തന്നെ മധുരയിലെ ജീവിച്ചിരുന്ന ഒരു മഹാനായ ഇസ്മായിൽ ഇബ്രാഹിം എന്ന് പറയുന്ന പണ്ഡിതന്റെ മനസ്സിൽ അദ്ദേഹം തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റപ്പോൾ ഇർത്തിജാലൻ വളരെ പെട്ടെന്ന് ഒരാലോചനയുമില്ലാതെ ഒരു കടലാസും പേനയും കയ്യിലെടുക്കാതെ അദ്ദേഹത്തിന്റെ ഖൽബിൽ ഓതിക്കൊടുത്ത ബൈത്തുകളാണ് വലൗലാ ബല്ലു സൈഫി ബിദ്ദിമായി ലയബ്ഖൽ ഹിന്ദു കുല്ലുഹു ഫിൽ അമായി തുടങ്ങിയിട്ടുള്ള പദ്യങ്ങൾ. ഇതൊക്കെ തന്നെയും അവരുടെ കറാമത്തുകളാണ്, ജീവിക്കുന്ന കറാമത്തുകളാണ്. ഹിജറ 1285 മധുരയിലെ സാലിം എന്ന് പറയുന്ന മഹാപണ്ഡിതന്റെ ഖൽബിൽ സുൽത്താൻ ബാദ്ഷാഹ് തങ്ങൾ ഇട്ടുകൊടുത്ത ചില ബൈത്തുകൾ അദ്ദേഹത്തിന്റെ മൗലിദ് കിതാബുകളിൽ കാണാം. അതിൽ എല്ലാം നല്ല തത്വോപദേശങ്ങളാണുള്ളത്. സാധാരണ മുസ്ലിമീങ്ങൾ ജീവിക്കേണ്ട ജീവിത രീതിയെക്കുറിച്ചും അവർ ചെല്ലേണ്ട ദിക്റുകളെ കുറിച്ചും അവരുടെ ഖൽബ് നന്നാകാൻ ആവശ്യമായ തസവുഫിന്റെ ഉപദേശങ്ങളെ കുറിച്ചൊക്കെയാണ് സുൽത്താൻ ഇബ്രാഹിം ബാദ്ഷാഹ് തങ്ങളുടെ ബൈത്തുകളിൽ ഉടനീളം കാണാൻ കഴിയുന്നത്.
സുൽത്താൻ ബാദ്ഷാ തങ്ങൾ തന്നെ ഷാദുലി ത്വരീഖത്ത് സ്വീകരിച്ച മഹാനായിരുന്നു എന്ന് നമുക്ക് കാണാം. അലൈക ബിശൈഖി ഷാദുലി ഫഇന്നഹു ഇമാമുൽ ഹുദാ ലിൽ ഹായിരീന ദലീലു. അലൈക, നീ മുറുകെ പിടിക്കണം. ബിശൈഖി ഷാദുലി, ഇമാം അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു തങ്ങളെ നീ മുറുകെ പിടിക്കണം. ഫഇന്നഹു ഇമാമുൽ ഹുദാ, അദ്ദേഹം ഹിദായത്തിന്റെ ഇമാമാണ്. ലിൽ ഹായിരീന ദലീലു, ദീനിയായി എങ്ങനെ ജീവിക്കണമെന്നറിയാതെ പരിഭ്രാന്തരായി നടക്കുന്ന ആളുകൾക്കുള്ള വഴികാട്ടിയാണ് അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു എന്ന് ബഹുമാനപ്പെട്ട സുൽത്താൻ ബാദ്ഷാ തങ്ങൾ നമ്മോട് ഉപദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മഹാന്മാക്കളുടെ മക്ബറകളിൽ സിയാറത്തിന് വരുന്ന സഹോദരന്മാരോടും സഹോദരിമാരോടും പറയുന്നത്, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം ഔലിയാക്കന്മാരും ശുഹദാക്കന്മാരും ഇഷ്ടപ്പെടുകയില്ല. ഔലിയാക്കന്മാരും ശുഹദാക്കന്മാരും ഈ മാർഗത്തിലെത്തിയത് പടച്ച തമ്പുരാന്റെ പൊരുത്തം അനുസരിച്ച് ജീവിച്ചതുകൊണ്ടും അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ച് ജീവിച്ചതുകൊണ്ടും അവൻ നിരോധിച്ചിട്ടുള്ളത് മുഴുവനും പാടെ വർജിച്ചതുകൊണ്ടുമാണ്. അള്ളാഹു ഹറാമാക്കിയത് ഹറാമാണ്. ആ ഹറാമുകൾ ചെയ്തുകൊണ്ട് ശുഹദാക്കന്മാരെ മക്ബറകളിൽ വന്ന് കാര്യം നേടാമെന്ന് കരുതുന്നവർ തെറ്റുപറ്റി പോയിട്ടുണ്ടവർക്ക്. ശുഹദാക്കന്മാർ ആത്മീയ ലോകത്ത് വലിയ തദ്ബീറാണ്. ഈ കാമ്പൗണ്ടിനകത്ത് ചികിത്സയും പരാതികളും പ്രയാസങ്ങളുമായി വരുന്ന ആളുകളെ ശുഹദാക്കന്മാര് ഓരോരുത്തരുടെയും കൽബുകൾ അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടത്തുന്നത്. 8, 10, 15, 20 വർഷമായിട്ടും നടക്കാത്ത കാര്യങ്ങളുണ്ട്. അതേസമയത്ത് കേവലം 8 ദിവസങ്ങളെ കൊണ്ട് കാര്യം നടത്തിപ്പോകുന്ന ആളുകളുമുണ്ട്. അത് വരുന്ന ആളുകളുടെ ഹൃദയത്തിന്റെ ശുദ്ധിയും അവരുടെ കൽബിന്റെ വിശാലതയും അവരുടെ ഈമാനിന്റെ ഉറപ്പും കൊണ്ടാണ്. അപ്പോൾ നാം നല്ലവരായി ജീവിക്കുകയും അല്ലാഹുവിന്റെ തഖ്വയിലായി, തഖ്വൽ ഇലാഹി മദാറു കുല്ലി സഅദത്തിൻ വതിബാഉ അഹ്വാർ റഅസു ശർരി ഹബായിലാ, എല്ലാ വിജയത്തിന്റെയും മാനദണ്ഡം പടച്ച തമ്പുരാന്റെ തഖ്വയാണ്. എല്ലാ ഷർറുകളുടെയും എല്ലാ തിന്മകളുടെയും കേദാരം നാം ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾ കാരണമായാണ് എല്ലാ ഷർറുകളും വന്നു ഭവിക്കുക എന്ന് അത് കീഴിൽ പഠിപ്പിച്ചതുപോലെ നാം നല്ലവരായി ജീവിക്കുകയും ഉഹദ് ശുഹദാക്കന്മാരെ പോലെ തന്നെ ലോകത്തുള്ള ഏതൊക്കെ ശുഹദാക്കന്മാരുണ്ട് അവരോട് ഹുബ്ബ് വെക്കുന്നത് പോലെ ഏറുവാട് ശുഹദാക്കന്മാരും അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പടവെട്ടിയവരാണെന്ന് ഉത്തമ വിശ്വാസത്തോടെ ശുഹദാക്കന്മാരെ നാം മനസ്സറിഞ്ഞ് ഹുബ്ബ് വെക്കുകയും സ്നേഹിക്കുകയും അവർക്ക് ഖുർആൻ ഓതി ഹദിയ ചെയ്യുകയും ദിക്റുകൾ ചൊല്ലുകയൊക്കെ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ തഖ്വയായി ഇവിടുത്തെ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടും ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ടും സുന്നത്ത് നിസ്കരിച്ചുകൊണ്ടും ഖത്തം ഓതിക്കൊണ്ടും അവിടുത്തെ മൗലിദുകൾ പാരായണം ചെയ്തുകൊണ്ടും ഈ ഏർവാടി ദർഗയിൽ രോഗികൾ നിൽക്കുകയാണ് എങ്കിൽ 8 കൊല്ലവും 10 കൊല്ലവും ഒന്നും വേണ്ട, വളരെ തുച്ഛമായ ദിവസങ്ങളെ കൊണ്ട് അവരെ കാര്യങ്ങൾ നടക്കുമെന്നതിൽ യാതൊരു സംശയവും ആ കാര്യത്തിലില്ല. മാത്രമല്ല ഇവിടെ വരുന്ന ആലിമീങ്ങളാണെങ്കിൽ ആലിമീങ്ങളെ പരസ്യമായ ഒരു വിചാരണ ചെയ്യുന്നതിന് അത് യോഗ്യരല്ല, പറ്റുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ ശുഹദാക്കന്മാരെ തദ്ബീർ പ്രകാരം മറ്റൊരു സ്ഥലത്തേക്ക്, ഒന്നുകിൽ മായംകുളത്തേക്ക്, അല്ലെങ്കിൽ കാട്ടുപള്ളിയിലേക്ക്, അല്ലെങ്കിൽ മധുരയിലേക്ക്, അതുമല്ലെങ്കിൽ ആത്മീയ ലോകത്തിന്റെ നിർദ്ദേശപ്രകാരം അജ്മീറിലേക്കൊക്കെ കാര്യങ്ങൾ മാറ്റുകയും അവിടെ വെച്ചവർ ആത്മീയ ലോകത്ത് ചികിത്സിക്കുകയും ചികിത്സയുടെ ഫലമായി രോഗം മാറുകയും ചെയ്ത ആയിരക്കണക്കിന് കറാമത്തുകൾ അവരുടേതായി പറയാനുണ്ട്. ബഹുമാനപ്പെട്ട നല്ല ഇബ്രാഹിം സാഹിബ് എന്ന് പറയുന്ന ഒരു മഹാന്റെ ദർഗ മഖ്ബറ ഇതിനകത്ത് കാണാൻ കഴിയും. ആ മഹാനുഭാവൻ മായംകുളത്ത് ജീവിച്ചിരുന്ന ഒരു വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന് ബാദ്ഷാ തങ്ങൾ സ്വപ്നം കാണിക്കുകയും ആ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇവിടെ വന്ന് ഈ മഖ്ബറയെ വല്ലാതെ പരിപാലിക്കുകയും ഖുർആൻ ഓതുകയും ഒക്കെ ചെയ്തിരുന്ന മഹാനുഭാവനാണ്. അദ്ദേഹത്തിന്റെ പരമ്പരകളാണ് ഇന്ന് ഏർവാടിയിലെ ഖാദിമുകളായിട്ടുള്ളത്. ചുരുക്കത്തിൽ പറയട്ടെ, അല്ലാഹുവിന്റെ ശുഹദാക്കന്മാർ അവർ മരിച്ചവരല്ല, അവരെന്നും ജീവിച്ചിരിക്കുന്നവരാണ്. അവരെ സിയാറത്ത് ചെയ്യുമ്പോൾ ഹയാത്തുള്ളപ്പോൾ നാം അവരോട് കാണിക്കുന്ന ആദരവ് പോലെ തന്നെ അവരെ വഫാത്തിന് ശേഷവും നാം കാണിക്കണം. സ്ത്രീകളോട് പറയാനുള്ളത്, അമ്പിയാക്കന്മാരുടെ ഖബറുകൾ, റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ, റസൂലുള്ളാഹി തങ്ങളെ പെണ്ണുങ്ങൾക്ക് സിയാറത്ത് ചെയ്യാമെന്നതിൽ തർക്കമില്ല, ഒറിജിനൽ സുന്നത്താണ്. അതുപോലെ തന്നെയാണ് സ്വാലിഹീങ്ങളും ശുഹദാക്കന്മാരും സിയാറത്ത് ചെയ്യാം എന്ന അഭിപ്രായമുണ്ട്. അത് സുന്നത്താണ് എന്ന അഭിപ്രായ പ്രകാരം സ്ത്രീകൾക്ക് ഇവിടെ സിയാറത്തിന് വരാം. പക്ഷെ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഇസ്ലാം ശരീഅത്ത് പഠിപ്പിച്ചിട്ടുള്ള പൂർണ്ണമായ പർദ്ദയും ഹിജാബും ഒക്കെ പാലിച്ചുകൊണ്ടായിരിക്കണം ഇവിടെ സിയാറത്തിന് വരേണ്ടത്. ഈ മഖ്ബറയുടെ ചുറ്റുഭാഗത്ത് ആയിരക്കണക്കായ ജനങ്ങളുണ്ട്. മുസ്ലിങ്ങളുണ്ട്, മുസ്ലിങ്ങൾ അല്ലാത്ത വിവിധ മതവിശ്വാസികളായ രോഗികൾ
നൂറുകണക്കായ രോഗികൾ അവിടെയുണ്ട്. അവർ പലരും ഹിന്ദുക്കളാണ്, പലരും ക്രിസ്ത്യാനികളാണ്. അവർക്ക് ഖുർആന്റെ നിയമം അറിയില്ല, അവർക്ക് ഹദീസ് എന്താണെന്ന് അറിയില്ല, ഇസ്ലാമിന്റെ നിയമം അറിയില്ല. അവരത് അംഗീകരിക്കുകയോ പാലിക്കുകയോ ചെയ്തു കൊള്ളണമെന്നില്ല. അതനുസരിച്ചിട്ട് മുസ്ലിം സ്ത്രീകളും ജീവിക്കാൻ പാടില്ല. മുസ്ലിം സ്ത്രീകൾ അള്ളാഹുവിനെയും ഖുർആനും ഹദീസും അംഗീകരിക്കുന്നവരായതുകൊണ്ട് ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളും ഹിജാബും പർദ നിയമങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കണം മഖ്ബറയുടെ പരിസരങ്ങളിലൊക്കെ സിയാറത്തിന് വരുന്നത്, സിയാറത്ത് ചെയ്യുന്നത്, ഖുർആൻ ഓതുന്നത്, ദുആ ചെയ്യുന്നത് എന്ന് ഞാൻ പ്രത്യേകമായി ഉപദേശിക്കുകയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മഖ്ബറകളിലേക്കും ശുഹദാക്കന്മാരുടെ മഖ്ബറകളിലേക്കും നേർച്ചയാക്കുന്ന ആളുകളുണ്ട്. നേർച്ചയാക്കുമ്പോൾ നിസ്കാരമാണ് നേർച്ചയാക്കിയതെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളി, ഉദാഹരണത്തിന് കൊടുങ്ങല്ലൂരിലുള്ള ചേരമാമ്പള്ളിയിൽ വെച്ച് നിസ്കരിക്കാം എന്നൊരാൾ നേർച്ചയാക്കിയാൽ അപ്പള്ളിയിൽ തന്നെ നിസ്കരിക്കണമെന്നില്ല. കോഴിക്കോട്ട് നിസ്കരിച്ചാൽ മതി, തിരുവനന്തപുരത്ത് നിസ്കരിച്ചാൽ മതി, മധുരയിൽ മതി, കീളക്കര മതി, ഏറുവാടിയിൽ മതി, എവിടെ നിസ്കരിച്ചാലും മതി. പരിശുദ്ധമായ മക്കത്തെ മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി എന്ന മദീനത്ത് റസൂലുള്ളാഹിന്റെ പള്ളി, ബൈത്തുൽ മഖ്ദിസ് എന്ന പള്ളി, ഈ മൂന്നാലൊരു പള്ളിയിൽ നിസ്കരിക്കാൻ നേർച്ചയാക്കിയാൽ അതവിടെ തന്നെ നിർവഹിക്കണം. അതല്ലാതെ കണ്ട് മറ്റു ലോകത്തുള്ള പള്ളികളെല്ലാം പുണ്യത്തിൽ ഒരുപോലെയാണ്. എന്നാൽ നേർച്ചയാക്കുന്ന നിസ്കാരമാണെങ്കിൽ അത് മതി. നേർച്ചയാക്കുന്ന നിസ്കാരമല്ല, സദഖ ചെയ്യാനാണ്, ഭക്ഷണം വെച്ചു കൊടുക്കാനാണ്, പണം കൊടുക്കാനാണ്, പാവങ്ങളെ സഹായിക്കാനാണ്. അവിടെ ഏതെങ്കിലും ഒരു ദിവസം വെച്ചാൽ, സമയം വെച്ചാൽ അതങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാവുന്നതാണ്. സ്ഥലം നിർണയിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തുള്ള പാവങ്ങൾക്ക് തന്നെ കൊടുക്കണമെന്നാണ് നമ്മുടെ ഫിഖ്ഹിന്റെ നിയമം. മമ്പുറത്തുള്ള പാവങ്ങൾക്ക് കൊടുക്കാൻ വെച്ച കാശ് ഏറുവാടിയിൽ കൊടുക്കാൻ പാടില്ല. ഏറുവാടിയിലെ പാവങ്ങൾക്ക് ധർമ്മം ചെയ്യാമെന്നൊരാൾ നേർച്ചയാക്കിയാൽ ഏറുവാടിയിലുള്ള പാവങ്ങൾക്ക് തന്നെ നേർച്ച കൊണ്ട് കൊടുക്കണം. ആ നേർച്ച അത് അജ്മീറിൽ കൊടുത്താൽ മതിയാവുകയില്ല, വേറെ ഏതെങ്കിലും സ്ഥലത്ത് കൊടുത്താൽ മതിയാവുകയില്ല. ഈ വിധത്തിൽ ഔലിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ശുഹദാക്കന്മാരുടെയും മഖ്ബറകളിലേക്ക് നേർച്ചയാക്കുന്നത് മരിച്ചുപോയ ആ മഹാത്മാക്കൾക്ക് ആ പണം കിട്ടും എന്ന് കരുതിയിട്ടല്ല, അതവർക്ക് ഉടമപ്പെടുത്തി കൊടുക്കുമെന്നൊരു മനുഷ്യൻ കരുതുകയും ഇല്ല. മറിച്ച് നാം അങ്ങനെ നേർച്ചയാക്കുന്നത് അവിടത്തേക്ക് നേർച്ച എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവിടെ വല്ല വിളക്ക് കത്തിക്കുന്നതിനോ, ഖുർആൻ പാരായണത്തിനോ, മറ്റു വല്ല പരിപാലനങ്ങൾക്കോ, പള്ളിയോ മദ്രസയോ തുടങ്ങിയ ആൾക്ക് ശമ്പളം കൊടുക്കുന്നതിനോ, അതുമല്ലെങ്കിൽ പാവങ്ങളെ സംരക്ഷിക്കുന്നതിനോ എന്തൊരു പതിവാണോ ആ മഖ്ബറയിൽ ഉള്ളത് അതിലേക്കൊരു നന്മ ചെയ്യുന്നു എന്ന് മാത്രമാണ്. ഈ വിധത്തിൽ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി കൊണ്ട് സിയാറത്ത് ചെയ്യുകയും ഔലിയാക്കന്മാരുടെ മഖ്ബറകളിൽ വന്നാൽ തലയിട്ടടിക്കുന്ന ചില ആളുകളെ കാണാം. എന്നാലേ കാര്യം നേടുകയുള്ളൂ എന്നൊരു ധാരണയാണ്. നമ്മുടെ ഖൽബാണ് ഏറ്റവും വലുത്. ആ ഖൽബ് ശുഹദാക്കന്മാരുടെ മുമ്പിൽ തവസ്സുലാക്കി പടച്ച റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ചാൽ ആ ദുആയാണ് അല്ലാഹു സ്വീകരിക്കുക. അതല്ലാതെ കണ്ട് ഖബറിന്മേൽ തലയിട്ടടിച്ചത് കൊണ്ട് കാര്യം നടക്കുമെന്ന് ധാരണയുണ്ടെങ്കിൽ അത് പണ്ഡിത ലോകം വിലക്കിയിട്ടുള്ളതാണ്. ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമാകണം സിയാറത്ത് ചെയ്യുന്നതും ഖബറുകളും മഖ്ബറുകളും പരിപാലിക്കുന്നതും അവിടെ തമ്പടിക്കുന്നതും കേന്ദ്രീകരിക്കുന്നതും എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ശുഹദാക്കന്മാർ അവർ ചില്ലറക്കാരല്ല. വഖം ഖൗമിൻ ബിദിക്രില്ലാഹി യസ്അദു ലഹും കലിമുൻ ഇലർ റഹ്മാനി യസ്അദു. ബഹുമാനപ്പെട്ട സുൽത്താൻ ബാദുഷാ തങ്ങൾ തന്നെ പഠിപ്പിച്ചതുപോലെ വഖം ഖൗമിൻ ബിദിക്രില്ലാഹി യസ്അദു, അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് എത്ര ആളുകൾ വിജയിച്ചു പോകുന്നു. ലഹും കലിമുൻ ഇലർ റഹ്മാനി യസ്അദു, അല്ലാഹുവിലേക്ക് കയറി പോകുന്ന വചനങ്ങൾ ധാരാളം അവർക്കുണ്ട്. അപ്പൊ അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ടാണ് മനുഷ്യൻ നന്നാവുക. ദിക്റുകൾ ധാരാളം ചൊല്ലുക, ധാരാളം നിസ്കരിക്കുക, ധാരാളം ഖുർആൻ ഓതുക. അങ്ങനെ വരുമ്പോൾ സുൽത്താൻ ബാദുഷാ തങ്ങളുടെ ഒരു കറാമത്ത് മുഖേന നമ്മുടെ കാര്യങ്ങൾ നടക്കും. അങ്ങനെ കേരളത്തിന്റെയും തമിഴ്നാട്ടിന്റെയും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അല്ലാഹുവിന്റെ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി വന്ന ധാരാളം ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളുമുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഹിദായത്ത് തരുമാറാകട്ടെ. അന സുൽത്താനു ഇബ്രാഹിമു ഇസ്മി ഇലാ ഖൈറിൽ ബരിയത്തിൻ ഇന്തിമായി. മഹാനായ സുൽത്താൻ ബാദുഷാ തങ്ങൾ പറഞ്ഞു, ഞാൻ ആരാണ്? സുൽത്താൻ ഇബ്രാഹിമാണ്. എന്റെ പേര് ലോകത്തെ ഏറ്റവും ഉത്തമരായ പ്രവാചകരിലേക്ക് ചേർക്കപ്പെട്ട പേരാണ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ പേരാണല്ലോ അഹ്മദ്. അഹ്മദ് എന്ന പിതാവിന്റെ മകനായ ഖലീലുല്ലാഹി ഇബ്രാഹിം എന്ന നബി പ്രവാചകന്റെ പേരുള്ള ഇബ്രാഹിമാണ് ഞാൻ. ആ ഇബ്രാഹിം ബാദുഷാ തങ്ങളുടെ മകനാണ് സയ്യിദ് അബൂ താഹിർ.
അവരുടെ മന്ത്രിയാണ് അബ്ബാസ് മന്ത്രി, അവരെ ഹക്കീമാണ് ഹക്കീം ഡോക്ടർ. അങ്ങനെയുള്ള ശുഹദാക്കന്മാരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് റഹ്മാനുറഹീമായ അല്ലാഹു നമുക്ക് ഹിദായത്തും ബറക്കത്തും ചെയ്യുമാറാകട്ടെ, നമുക്ക് റുശുദ് ഏറ്റിത്തരുമാറാകട്ടെ, അവരുടെ മദദ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അല്ലാഹു 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 അല്ലാഹ് അല്ലാഹു 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 അല്ലാഹ് മലക്തു മാലികൽ ഹിന്ദി ഖഹ്റാ ബിതഈദിൽ മുഅയ്യിദി ബിസമാഇ അല്ലാഹു 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 അല്ലാഹ് അല്ലാഹു 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 അല്ലാഹ് ഖതഅതു മഫാവിസം ബർറൻ വബഹ്റാ ബിഅൻവാഇ الشدائد واللماء الله 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 رضاء الله ثناء الله على المدني ولي الله رضاء الله ثناء الله سيد إبراهيم شهيد الله سيد إبراهيم شهيد الله رضاء الله ثناء الله على المدني سيد إبراهيم شهيد الله سيد إبراهيم شهيد الله يا محبوب سبحاني يا محبوب سبحاني يا معشوق رحماني ويا مطلوب إنساني إبراهيم سلطاني إبراهيم سلطاني رضاء الله ثناء الله على المدني ولي الله رضاء الله ثناء الله سيد إبراهيم شهيد الله سيد إبراهيم شهيد الله يا والي سلام عليكم يا غوثي سلام عليكم يا قطبي سلام عليكم يا سيد إبراهيم غوثي يا والي سلام عليكم يا غوثي سلام عليكم يا قطبي سلام عليكم يا سيد إبراهيم غوثي وارحمنا واعفو عنا وامحو الداء كان منا وارحمنا واعفو عنا وامحو الداء كان منا رضاء الله ثناء الله على المدني ولي الله رضاء الله ثناء
سيد بطاهر شهيد الله رضاء الله ثناء الله على المدني ولي الله رضاء الله ثناء الله سيد بطاهر شهيد الله يا سامي لدى القادر ويا غاضي مع الفاجر ويا قاضي من الناذر سيدنا أبا طاهر رضاء الله ثناء الله على المدني ولي الله رضاء الله ثناء الله سيد بطاهر شهيد الله يا سيد اليرباد خذ بأيدينا يا مصباح دين الله يا صاحب الجود لجوادنا نادينا يا ولي الله يا سيد اليرباد خذ بأيدينا يا مصباح دين الله يا صاحب الجود لجوادنا نادينا يا ولي الله حمدا يدوم دوام خالقنا الوالي يا ولي الله صلى على المختار شافعنا الأعلي يا شهيد الله مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لك الحمد حمدا دائما ربنا الولي صلاة سلام للنبي أحمد العلي شفيع الورى والآل والصحب والجلي وسيدنا عبد الحكيم صاحب الولي مولاي صل وسلم دائما أبدا على